എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഒരുപാട് നാളായി ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. മടിയാണോ എന്ന് വെച്ചാൽ ഇച്ചിരി മടി തന്നെയാണ് കേട്ടോ. പിന്നെ വെക്കേഷനൊക്കെ ആയപ്പോൾ മക്കളുടെ തിരക്കും വാശിയും ഒക്കെ ആയിട്ട് പിന്നെ അങ്ങനെ ഈ ദിവസങ്ങളൊക്കെ മുന്നോട്ട് പോയി. അപ്പോൾ മടി പിടിച്ച് ഇരുന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് രാവിലെ വിളക്കൊക്കെ വെച്ചിട്ടാണെന്ന്. അപ്പോൾ അങ്ങനെ തന്നെ നല്ല ഐശ്വര്യമായിട്ട് നമ്മുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. പിന്നെ വിളക്കൊക്കെ വെച്ചതിന് ശേഷം പുറത്തൊക്കെ ഒന്ന് പോയി എന്താണ് ഇവളിങ്ങനെ ആകാശമൊക്കെ നോക്കി ഇരിക്കുന്നതെന്ന് നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും അല്ലേ. ആകാശത്തിൻ്റെ ഭംഗി ആസ്വദിക്കുന്നതെന്നല്ല കേട്ടോ. ഇന്നെങ്കിലും മഴ പെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടോ എന്ന് ഇങ്ങനെ ഞാൻ നോക്കുകയാണ്. പക്ഷേ സൂര്യനൊക്കെ നല്ല കത്തിജ്വലിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പം എല്ലാ മലയാളികളുടെയും അവസ്ഥ ഇതാണല്ലേ. ചൂടിൻ്റെ ആ ഒരു കാഠിന്യമൊക്കെ കൊണ്ട് ഒന്ന് മഴ പെയ്ത് കിട്ടിയാൽ അത്രയ്ക്കും ആശ്വാസം എന്ന് കരുതുന്ന മഴ കാത്തു നിൽക്കുന്ന വേഴാമ്പലായി അങ്ങനെ മഴയെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണല്ലേ. പിന്നെ അങ്ങനെ കുറച്ച് നേരം പുറത്തൊക്കെ നിന്ന് പിന്നെ രാവിലെ തന്നെ ചെയ്യാറുള്ള കാര്യങ്ങളാണ് ഈ കേർട്ടൻസൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക എന്നുള്ളത്. പിന്നെ തുറക്കേണ്ട ജനലുകളൊക്കെ ഒന്ന് തുറന്ന് വീട്ടിലേക്ക് വായുസഞ്ചാരം ഉറപ്പാക്കണം. എന്താണെന്ന് വെച്ചാൽ ഈ ചൂടിങ്ങനെ കൂടുതലായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ വീടിൻ്റെ ചുമരുകളൊക്കെ ചൂടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ വീടിൻ്റെ ഉള്ളിലും നല്ല ചൂടുണ്ടാവും. അപ്പം നമ്മൾ ജനലൊക്കെ തുറന്ന് വായുസഞ്ചാരം ഉറപ്പാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും വീടിൻ്റെ ഉള്ളിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ തന്നെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള അശുദ്ധവായു പുറത്തേക്ക് പോകാനൊക്കെ വേണ്ടിയിട്ട് തണുപ്പ് കാലത്തായാലും നമ്മൾ ചെയ്തു വെക്കേണ്ട ഒരു കാര്യമാണ് എണീറ്റ ഉടനെ തന്നെ ജനലുകളൊക്കെ ഒന്ന് തുറന്ന് വയ്ക്കുക എന്നുള്ളത്. പിന്നെ കിച്ചണിൽ പോയപ്പോൾ ഇതാണ് കേട്ടോ അവസ്ഥ. ആകെ കൂടെ അലങ്കോലമായി കിടക്കുന്നുണ്ട്. ഇത് വേറെ ആരും ചെയ്തു വെച്ചതല്ല കേട്ടോ, ഞാൻ തന്നെ ചെയ്തതാണ്. തലേ ദിവസം പണിയൊക്കെ തീരാൻ ലേറ്റ് ആയപ്പോൾ ആകെ മടിയായി ഇങ്ങനെ തന്നെ വെച്ചിട്ട് പോയി കിടന്നുറങ്ങിയതാണ് കേട്ടോ. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്, ചില ദിവസങ്ങളിലൊക്കെ ക്ലീൻ ചെയ്ത് പോയി കിടക്കും. അപ്പോൾ എന്നെ പോലെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നീർദോശയായിരുന്നു. ഇതെൻ്റെ ഒരു പരീക്ഷണമായിരുന്നു. കുറേ കാലമായി യൂട്യൂബ് വീഡിയോസിലൊക്കെ കാണുന്നു ഇങ്ങനെ നീർദോശ ചെയ്യുന്ന വീഡിയോസ്. അപ്പോൾ അത് കണ്ടിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ സക്സസ് ആയാൽ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാമെന്ന് കരുതി. പക്ഷേ നീർദോശ ചെയ്ത ആ ഒരു ടൈമിൽ ഭയങ്കര സോഫ്റ്റായിപ്പോയി. അപ്പോൾ വേണ്ട ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യേണ്ടെന്ന് കരുതി ഞാൻ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തു. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ദോശ ചുട്ട് വെച്ചിരുന്നു കഴിഞ്ഞാൽ നല്ല എന്താ പറയുക നല്ല ഇളനീരൊക്കെ പോലുള്ള ഒരു ദോശയായി കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ അങ്ങനെ പോയി. പിന്നെ ഉച്ചയ്ക്ക് ഇന്ന് വെജിറ്റബിൾ ബിരിയാണി ചെയ്തെടുക്കാമെന്ന് കരുതി. വെജിറ്റബിൾ ബിരിയാണി എന്ന് പറയുമ്പോൾ കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല. ഇനി എന്താണ് നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ച് ചെയ്യാവുന്ന വെജിറ്റബിൾ ബിരിയാണി. ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. എന്തൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത് അത് മാത്രമേ ഇതിലേക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് പശുനെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു വലിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കാൽ ഭാഗം ഞാനിങ്ങനെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഉള്ളി ഒന്ന് ചേർത്തിട്ട് വറുത്തെടുക്കാം. ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. നിങ്ങൾക്ക് ബിരിയാണിയുടെ മുകളിൽ ഉള്ളിയൊക്കെ വറുത്തെടുത്തിട്ട് കഴിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. ഈ ഒരു സ്റ്റെപ്പ് ഒട്ടും നിർബന്ധമുള്ള കാര്യമല്ല. അപ്പോൾ എനിക്ക് വെജിറ്റബിൾ ബിരിയാണി കൂടെ ആകുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ എന്താ പറയുക അണ്ടിപ്പരിപ്പും ആ ഒരു ഉണക്കമുന്തിരിയൊക്കെ കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു മധുരമല്ല അതിൻ്റെ ഇടയിൽ. അപ്പോൾ അതിൻ്റെ ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളി അരിയുമ്പോൾ വളരെ തിന്നായിട്ട് അരിഞ്ഞെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് നന്നായിട്ട് ബ്രൗൺ കളറിൽ മാറിക്കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു 1/4 ഭാഗം ആകുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് കശുവണ്ടിയും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കോരി മാറ്റാം. ഇനി ഈ സെയിം എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ വെജിറ്റബിൾ ബിരിയാണി എന്ന് പറയുമ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, വെജിറ്റബിൾസാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി, ഈ 4 ഇൻഗ്രീഡിയൻസ് നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ വെജിറ്റബിൾസ് എന്തൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് പറഞ്ഞ ഐറ്റംസ് കൂടാതെ പിന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീൻസും അതുപോലെ തന്നെ ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സോയാ ചങ്ക്സും കൂടെ കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇനി ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ടൊന്നും ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുത്ത് ടൈം ഒന്നും കളയേണ്ട ആവശ്യമില്ല. നമുക്ക് മൊത്തത്തിൽ ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. ഇതൊരു അടിപൊളി ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കേട്ടോ. സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് തലേ ദിവസം തന്നെ ഇതുപോലെ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ഒപ്പം തന്നെ നല്ല ഹെൽത്തിയാണ്.
പിന്നെ കയ്യിലുള്ള വെജിറ്റബിൾസ് ചേർത്താൽ മതി. ഓരോ ദിവസവും ഓരോ തരം വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വെറൈറ്റി ടേസ്റ്റൊക്കെ ആയി കിട്ടും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ഒരു 5 മിനിറ്റ് വഴറ്റി പിന്നെ അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് സോയ ചങ്ക്സ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സോയ ചങ്ക്സ് ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ എന്താ പറയുക, വെജിറ്റബിൾ ഐറ്റംസൊക്കെ കഴിക്കുന്ന മടിയുള്ള കുട്ടികളാണെങ്കിൽ ചിക്കനൊക്കെ ആണെന്ന് പറഞ്ഞ് പറ്റിക്കാം കേട്ടോ. ഒരു ചെറിയ പ്രായത്തിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ കുഞ്ഞുമോളെ അങ്ങനെയാണ് കേട്ടോ പറ്റിക്കുക, ഇത് ചിക്കനാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെജിറ്റബിൾസിൽ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു വെള്ളത്തിൽ വേണം നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് വെളിച്ചെണ്ണയിലേക്കും സ്പൈസസ് ചേർത്ത് കൊടുക്കാം, അല്ലാന്ന് വെച്ചാൽ ഇതുപോലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിലുള്ള സ്പൈസസും, അതായത് ഏലക്ക, ഗ്രാമ്പു, പട്ട, വഴനയില, പിന്നെ കുറച്ച് ഗരം മസാല പൗഡറും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ റൈസിലേക്കും ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂടെ കുറച്ച് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്തത്. പിന്നെ മല്ലിയില, കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. പിന്നെ കഴുകി വാർത്ത് വെച്ച നമ്മുടെ കൈമ റൈസില്ലേ, അതും കൂടെയാണ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തത്. സെയിം തന്നെ നമുക്ക് വേവിച്ച് ബാസ്മതി റൈസിലും ചെയ്തെടുക്കാം, അല്ലാതെ ബാസ്മതി റൈസ് ചേർത്തിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ കൈമ റൈസിലാവുമ്പോൾ ആ ഒരു റൈസിൻ്റെ ഫ്ലേവറൊക്കെ കൂടെ വന്നിട്ടില്ലേ, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണ്. ഇനി എരിവൊക്കെ വേണ്ടാത്ത കുട്ടികളാണെങ്കിൽ പച്ചമുളക് നമുക്ക് വളരെ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തെടുക്കാം. അപ്പോൾ നമ്മൾ രാവിലെ ലഞ്ചിനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുക്ക് ചെയ്യുന്നതാണെങ്കിൽ, കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് കുക്ക് ചെയ്യുന്നതാണെങ്കിൽ സൈഡിൽ വെച്ചിട്ട് വെള്ളം കൂടെ തിളപ്പിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ റൈസ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്കിത് തിള വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് മതി ലോ ഫ്ലെയിമിൽ നമ്മളിതൊന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കിഡിലൻ റൈസ് റെഡിയായി കിട്ടാനായിട്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കി തിരിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അടിയിൽ റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ട് മുകളിലെ റൈസ് വേവാതെ പോകും. അപ്പോൾ ഒരുപാട് തവണയൊന്നും ഇങ്ങനെ കുത്തി ഇളക്കിയിടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് അടിമേലെ മറിച്ച് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിയും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഒക്കെ ഇതിന് മുകളിൽ ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ഇത് നേരത്തെ വറുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ കേടുകൂടാതെ നിൽക്കും കേട്ടോ. ഇനി അവർക്കിത് താല്പര്യമില്ല എന്ന് വെച്ചാൽ ഇത് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഈസി വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കിഡിലൻ ടേസ്റ്റാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും. സാധാരണ നമ്മൾ വെജിറ്റബിൾ ബിരിയാണി ചെയ്യുമ്പോൾ മസാലയൊക്കെ വേറെ പ്രിപ്പയർ ചെയ്ത് റൈസ് വേറെ പ്രിപ്പയർ ചെയ്തൊക്കെ മിക്സ് ചെയ്തെടുക്കാറാണല്ലോ പതിവ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റും അടിപൊളി ഫ്ലേവറും ഒക്കെ ഉള്ള റൈസാണ്. പിന്നെ ബിരിയാണിയുടെ മണം കേട്ട് വന്നൊരു കൊച്ചുമിടുക്കി ബിരിയാണി ഭയങ്കര ഇഷ്ടമാണെന്നുള്ളൊരു അഭിപ്രായമായിട്ടോ നിങ്ങൾ കണ്ടത്. അപ്പോൾ പുള്ളിക്കാരിയുടെ സൗണ്ടിന് പിറകിൽ ഭയങ്കരമായിട്ട് ടിവിയുടെ സൗണ്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ സൗണ്ട് ഇതിൽ കൊടുക്കാത്തത് കേട്ടോ. പിന്നെന്താ, നമ്മൾ ചെറുതിലൊക്കെ ചെയ്തിട്ടുള്ളത് പോലെ സോപ്പൊക്കെ മിക്സ് ചെയ്ത് ബബിൾസൊക്കെ ഉണ്ടാക്കി കളിക്കുന്ന തിരക്കിലാണ് കുട്ടികൾ. അപ്പോൾ ആദ്യം നമ്മൾ പപ്പായയുടെ തണ്ട് ഇതുപോലെ ഒടിച്ചെടുത്ത് അതിനെ കൊണ്ടാണല്ലേ ഇതുപോലെ ബബിൾസൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എൻ്റെ ഐഡിയയിൽ തോന്നിയൊരു ബുദ്ധിയാട്ടോ, ഇതുപോലെ PVCയുടെ പൈപ്പ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളത് കാണിച്ചു കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ മക്കൾക്ക്. അപ്പോൾ വെക്കേഷൻ ആകുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കുസൃതികളും കളികളും ഒക്കെയാണല്ലോ അവരുടെ ടൈമൊക്കെ ഒന്ന് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നൊരു കാര്യം. പിന്നെ വലുതായി കഴിഞ്ഞാൽ ഇതൊക്കെ ഓർമ്മിക്കാൻ ഭയങ്കര രസമുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ വെക്കേഷൻ വിശേഷങ്ങൾ. അപ്പോൾ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് താഴെ അറിയിക്കുക. അതുപോലെ നമുക്ക് വീണ്ടും പുതിയ വീഡിയോസുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഏക ബൈ പറ. ബൈ.